മുതലപ്പുഴയിൽ പൊഴി പൂർണ്ണമായി മുറിച്ചു. 13 മീറ്റർ വീതിയും 3 മീറ്റർ ആഴത്തിലുമാണ് പൊടി മുറിച്ചത്. ചന്ദ്രഗിരി ഡ്രഡ്ജർ പൊഴിയിലേക്ക് കയറ്റാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സ്വാന്തന, പൊഴി പൂർണ്ണമായും മുറിച്ചു കഴിഞ്ഞോ? ഇപ്പോൾ അവിടെ എന്ത് നടപടികളാണ് നടന്നു വരുന്നത്? ദിവ്യ 130 മീറ്റർ ഒരു ഭാഗത്തായിരുന്നു മുതലപ്പുഴയിൽ മണ്ണ് അടിഞ്ഞുകൂടിയിരുന്നത്. ആ ഒരു മണ്ണ് അടിഞ്ഞുകൂടിയ ഭാഗത്താണ് ഇപ്പോൾ 13 മീറ്റർ വീതിയിലും അതുപോലെ തന്നെ 3 മീറ്റർ ആഴത്തിലും ഒരു ചാനൽ നിർമ്മിച്ച പൊഴി തുറന്നു വിട്ടിരിക്കുന്നത്. ദിവ്യ ചോദിച്ചതുപോലെ തന്നെ പൊടി ഇപ്പോൾ പൂർണ്ണമായും മുറിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ കഴിഞ്ഞ 3 ദിവസമായി നടന്നു വരികയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ ഒരു പൊഴി മുറിച്ച് പൂർണ്ണമായും വെള്ളം കടലിലേക്ക് ഒഴുക്കി വിടാൻ സാധിച്ചിരിക്കുന്നത്. ഈ പൊഴി മുറിച്ച ഇത്രയും വലിയ രീതിയിൽ പൊഴി മുറിക്കാനുണ്ടായ കാരണം തന്നെ നമ്മൾ രാവിലെയൊക്കെ തന്നെയും ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ കാര്യക്ഷമമായ വലിയ ഡ്രഡ്ജർ, ചന്ദ്രഗിരി ഡ്രഡ്ജർ ഈ മണ്ണ് അടിഞ്ഞുകൂടിയ ഭാഗത്തേക്ക് കയറ്റിക്കൊണ്ട് വന്ന് ഈ ഡ്രഡ്ജിംഗ് നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ കൂടിയായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ പൊഴി മുറിച്ചു വിട്ടിട്ടുണ്ടെങ്കിലും ഡ്രഡ്ജർ അകത്തേക്ക് കയറ്റുവാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ ഡ്രഡ്ജറിനെ കയറ്റിക്കൊണ്ട് വരണമെങ്കിൽ കുറച്ചുകൂടി ഭാഗത്തെ മണ്ണ് കൂടി നീക്കേണ്ടതുണ്ട്, കുറച്ച് ആഴത്തിൽ മണ്ണ് നീക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പ്രവർത്തികൾ നിലവിൽ നടന്നു വരികയാണ്. അതിനുശേഷമായിരിക്കും ഈ ഡ്രഡ്ജർ ഇപ്പോൾ മണ്ണ് അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ ഭാഗത്തേക്ക് കയറ്റിക്കൊണ്ട് വരിക. അത് മാത്രവുമല്ല, നിലവിൽ ഇപ്പോൾ മറ്റൊരു ആശങ്ക നിലനിൽക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്ന ഒരു കാര്യമാണ്. അവർ പറയുന്നത് ഈ നേരത്തെയൊക്കെ തന്നെയും ഈ മണൽ അടിഞ്ഞുകൂടിയ ഭാഗത്തു നിന്ന് മാറ്റിയ മണൽ ഈ ഒരു പൊഴിയിൽ തന്നെ തുടരുകയാണ്, അവിടെ തന്നെ കിടക്കുകയാണ്, വലിയ കൂമ്പാരങ്ങളായി അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഈ പൊഴി മുറിച്ചു വിട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും ആ മണൽ അങ്ങോട്ടേക്ക് അടിഞ്ഞ് പൊഴി അടയാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഒരു ആശങ്കയായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള ഒരു ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഈ ഹാർബർ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇനി മണ്ണ് അടിയുകയാണെങ്കിൽ തന്നെ അത് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഒരു ഡ്രഡ്ജർ അവിടെ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഹിറ്റാച്ചികളും JCBകളും ഒക്കെ തന്നെയും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും മണ്ണ് മാറ്റാം എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. എന്തായാലും ഈ പ്രവർത്തനങ്ങളുമായി മുതലപ്പുഴയിൽ പൊഴി പൂർണ്ണമായും മുറിച്ചിരിക്കുന്നു. ഇപ്പോൾ ചന്ദ്രഗിരി ഡ്രഡ്ജർ പൊഴിയിലേക്ക് കയറ്റാനുള്ള നടപടികളാണ് ആരംഭിക്കാൻ പോകുന്നത്. സ്വാന്തന സാജുവാണ് വിവരങ്ങൾ നൽകിയത്.